നല്ല പെടപെടയ്ക്കുന്ന നാടൻ വയമ്പ് കണ്ടെത്തിന്ന് പിടിച്ചത്. അതേ നമുക്ക് നല്ല മഴ വെള്ളം പൊങ്ങി വരുന്നതേ നമ്മുടെ ചേട്ടൻ അടിപൊളിയായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെയൊന്നും പിടിക്കാം, വല വീശുന്നൊന്ന് പഠിച്ചാലോ സുഹൃത്തുക്കളെ. വല എങ്ങനെയാ വീശാൻ റെഡിയാക്കുന്നതെന്ന് ഇപ്പം ചേട്ടൻ കാണിച്ചു തരും. കാൽഭാഗം കൈത്തണ്ടയിലോട്ട്, അത് വലതുവശമാണോ ഇടതുവശം? അതായത് വലയുടെ കാൽഭാഗം ഇടത് കൈത്തണ്ടയിലോട്ട് കയറ്റിയിട്ട് അങ്ങനെ ഞുറിഞ്ഞെടുക്കുക. അങ്ങനെ കാൽഭാഗം ഞുറിഞ്ഞെടുക്കുക. കാൽഭാഗം ഇടത്ത് കൈത്തണ്ടയിലോട്ട് കയറ്റുക, കാൽഭാഗം ഞുറിഞ്ഞെടുക്കുക. എന്നിട്ട് എത്ര താഴോട്ട് കിടക്കും അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇങ്ങനെ താഴോട്ട് ഈ ഒരു ആംഗിളിൽ ഇടണം അല്ലേ? എന്നിട്ട് മീൻ കാണുമ്പോൾ കൈക്ക് എറിയുക. ഓക്കെ, ഒരു കൈക്ക്, അതായത് വലത് കൈക്ക് പവർ കൊടുത്തിട്ട് എറിയുക. അപ്പോൾ നൈസായി ഇടത് കൈ അങ്ങ് അയച്ച് വിട്ടു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇത് പ്രാക്ടീസ് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ ചേട്ടാ? ഇത് കണ്ടോണം ചേട്ടൻ, വലത് കൈ അങ്ങോട്ട് നീ എറിഞ്ഞു കൊടുക്കും, അപ്പോൾ ഇടത് കൈ ലൂസാക്കി വിടും അല്ലേ? അപ്പം വല അങ്ങോട്ട് പോകും. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇത് വല ചുമ്മാതെ ഒന്നും വീശാൻ പറ്റത്തില്ല. അത് ശരിക്കും വിരിഞ്ഞ് കുട പോലെ വിരിയണം, എന്നാലേ മീൻ കിട്ടുള്ളൂ. എന്നിട്ട് മണി താന്ന് ഈയം താന്ന് പോകണം, അതാലേ മീൻ കിട്ടുള്ളൂ. ഇതൊരു പഠിക്കേണ്ട കാര്യമാണ്. കുറച്ച് പ്രാക്ടീസ് ഉണ്ടേ നടക്കുകയുള്ളൂ. പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ വല വീശാൻ പറ്റത്തില്ല. ഇതാണ് കുട്ടനാട്, അപ്പർ കുട്ടനാടിൻ്റെ മനോഹരമായ കാഴ്ച. വെള്ളപ്പൊക്കം വരുമ്പോഴും മഴ വരുമ്പോഴും ഈ മഴയത്ത് മഴ നനഞ്ഞും ഈ ഊപ്പമീനെന്ന് എല്ലാവരും അറിയും അല്ലേ? ചില വയമ്പ് ഇതൊക്കെ ഒന്ന് വറുത്തൊന്ന് കഴിച്ച് അല്ലെങ്കിൽ പീര വെച്ച് കഴിച്ച് ചോറുണ്ണുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ടോ, ചുമ്മാതെ വീശത്തില്ല, നമ്മൾ ആ വയമ്പ് ചെറുതായിട്ട് കടിക്കുന്നുണ്ട്. കണ്ടോ, അത് കണ്ടോ? നോക്കിക്കോണം, ചേട്ടൻ വീശുന്ന ടെക്നിക്ക് കണ്ടോണം. വലത് കൈ അങ്ങോട്ട് എറിഞ്ഞു. ആഹാ, അടിപൊളിയായിട്ട് ചെറു വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം വയമ്പ് എന്തുമാത്രം കിട്ടിയിട്ടുണ്ടെന്ന്. അടിപൊളി. വലിച്ചെടുക്കുന്നു. വയമ്പുണ്ട് കണ്ടോ? നമ്മൾ ഈ തവണ വയമ്പും കൊണ്ടേ പോകുള്ളൂ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ മീനെ നമ്മൾ വിട്ടതാണ് കേട്ടോ. ഈ തവണ നമ്മൾ കണ്ടോ, ഈ തവണ നമുക്ക് വയമ്പുണ്ട് കണ്ടോ. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ മീനെ അയച്ചു വിട്ടോ, നമ്മൾ പറഞ്ഞോ ഈ തവണ നമ്മൾ പിടിക്കുന്നത്. ചേട്ടന് കിട്ടിയിട്ടുണ്ട് വയമ്പ്. ഇതൊക്കെയാണ് ഒരു സന്തോഷം, മീൻ കിട്ടുമ്പോൾ ഒരു സന്തോഷം. കണ്ടോ, ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ മീനുണ്ട്. അതെ അല്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ മതി അല്ലേ ചേട്ടാ? എടുത്ത് കുടഞ്ഞാൽ മതി. ഇതിങ്ങനെ വല ഉടക്കി ഇരിക്കുകയില്ല. നല്ല രസമാണ് ഇങ്ങനെ ചാടിക്കളിക്കുന്ന വയമ്പെന്ന് പറയും. ആഹാ, ചാടി കളിച്ചുകൊണ്ടിരിക്കണ്ട കണ്ടോ, ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇതേ വല നൂരി ഇവനെ ഒന്ന് പെറുക്കിയിടുന്നു. ഇതിന് ചാകര എന്ന് പറയും, ചാകര കടപ്പുറത്ത്. ചാകര അടച്ചിരിക്കുകയാണ് കണ്ടോ. നമ്മൾ ആ മീനെ വിട്ടതിൻ്റെ അല്ലേ ചേട്ടാ? കണ്ടോ, അതിമനോഹരമായ കണ്ടോ ചെറുപുറ പാറി ജഗ പോകാതെ ജഗ പോക. നമ്മുടെ നന്നായിട്ട് വല വിരിഞ്ഞ് നല്ല അടിപൊളി ആയിരുന്നു. അതുകൊണ്ടാണ് ഇതാണ് വയമ്പ്. ഇങ്ങനെ പെറുക്കി ഇടണം കണ്ടോ, തുള്ളി ചാടുക. വയമ്പ് ചില വലകൾക്കൊക്കെ ഇത്രയും കിട്ടും, പിന്നെ ചില വലകൾക്ക് കിട്ടത്തില്ല. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. വീശുന്നാളുടെ ഭാഗ്യം പോലെ ഇരിക്കും ചില വല. അടുത്തവിടെ ഒരു ചേട്ടൻ വല എറിഞ്ഞു, ചേട്ടൻ പെറുക്കിക്കൊണ്ടിരിക്കുന്നു.
ഇതാണ് വല വല വല. ചില വലകളൊക്കെ ഉള്ളൂ ഭാഗ്യമുള്ളൂ. ചില വല ഒത്തിരി വീശാൽ ഇത്രയും വായ്പ കിട്ടത്തില്ല. ഇത് ഒരു രസമാണ് ഇങ്ങനെ മീൻ കിള്ളി എടുക്കുന്നത് അല്ലേട്ടാ. ചേട്ടൻ ഒത്തിരി ദൂരെ നിന്ന് വന്നാണ് വല വീശുന്നത് കേട്ടോ. വണ്ടിയിലൊക്കെ വന്നു. എന്തോ മീൻ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. കൂടോ ഇവിടുത്തെ കടയില്ലേ? ഇല്ല. ചിലപ്പം കുടഞ്ഞ് ബക്കറ്റിലോട്ട് നേരിട്ടിടും അല്ലേ ഏട്ടാ? ഇതാണ് നമ്മുടെ ഐറ്റം. കണ്ടോ പിടക്കണ പിട കണ്ടോ? നമ്മുടെ നാടൻ മത്സ്യം. കേരളത്തിൻ്റെ തനതായ വയമ്പെന്ന് പറയും, ഊപ്പയെന്ന് പറയും, പല പേരിൽ അറിയപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള കാൽസ്യം ഏറ്റവും കൂടുതലുള്ള എല്ലിന് ബലം നൽകുന്ന അമിനോ ആസിഡുള്ള ഒമേഗ 3 ഉള്ള കാൽസ്യമുള്ള അടിപൊളി നാടൻ ചെറുമീനാണ് വയമ്പ്. അടിപൊളി പിടക്കണുണ്ടോ? അടിപൊളി. അപ്പോൾ ചേട്ടൻ ഇനി അടുത്ത വലയ്ക്കായി തയ്യാറാകുകയാണ്. വിശ്രമമില്ലാത്ത ജോലിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രാവിലെ ഒന്നും കഴിക്കാതെ ഫുഡൊന്നും വേണ്ട, വല വീശിക്കും മീൻ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. അടുത്തതിന് വേണ്ടി തയ്യാറാക്കുകയാണ്. അടുത്ത വല ഇപ്പോൾ എറിയും. ഇത് കണ്ടോ ചേട്ടൻ അതിൻ്റെ അഴുക്ക് കളയുന്ന എങ്ങനെയാ ചേട്ടാ? ഇങ്ങനെ കുടഞ്ഞാൽ മതി അല്ലേ ചേട്ടാ? നെടുമ്പ് പിടിച്ചിട്ട് സാരിയുടെ അല്ലേ നെടുമ്പ് പിടിക്കുന്നതൊന്ന് കുടയുക അല്ലേ? ഉടക്കുണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്ത് കളയുക. കണ്ടോ? ഇങ്ങനെ അല്ലേ? വട്ടം നിവർത്ത് ഉടക്കുള്ളത് ഇങ്ങനെ മാറ്റി വിടണം. ഇതാണ് വല ക്ലിയർ ചെയ്യുന്ന പുതിയ വല വീശാൻ വേണ്ടി വല റെഡിയാക്കുന്നത്. ഇത് ശരിക്കും ഉടക്കെടുത്തില്ലെങ്കിൽ ഇതല്ലേ വിരിയത്തില്ലല്ലേ? വിരിയാതെ വരും. കണ്ടോ? വല കുടയുമ്പോൾ പിന്നെയും മീൻ കിട്ടും. ഇടയ്ക്ക് നമ്മൾ നോക്കിയിട്ട് അല്ലേ? ആദ്യം കുടഞ്ഞപ്പോൾ പോരാത്തത്. ഈ ചെറിയ മീനൊക്കെ അവിടെ ഇരിക്കട്ടെ നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സമയമെടുത്ത് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ ഊപ്പയൊക്കെ ഉടക്കിയാലും അവിടെ കിടക്കട്ടെന്ന് ഓർക്കും. അടുത്ത വലയ്ക്ക് മാറ്റിയെടുക്കാം അല്ലേ ചേട്ടാ? അടുത്ത വല സെറ്റ് ചെയ്യുവാണ്. വല കുറുക്കി പിടിച്ച് അല്ലേ? എങ്ങനെയാ ചേട്ടാ? ആദ്യം ഒരു മടക്കെടുക്കുക. ആ അടുത്തൊരു മടക്കോടെ എടുക്കുക. എടുത്തേക്കില്ല. അത് 2 മടക്ക് മടക്കണം അല്ലേ? അതിന് മുമ്പ് ഈ കയറ് കയ്യൊക്കെ അതൊന്ന് കാണിച്ചേ. കയറ് അവിടെ ഒരു കുരുക്ക്. നമ്മുടെ കൈയുടെ വശം ഏതാന്ന് വെച്ചാൽ അത് വശം അനുസരിച്ച് അവിടെ കൊടുക്കണം അല്ലേ? എന്നിട്ട് ഈ കയർ ഇങ്ങനെ ചുറ്റണം. ഒരു വലയുടെ നീളമാണ് ഈ കയറിനല്ലേ? ഓക്കെ, അടിപൊളി. ഇതേ ചുറ്റി ഇങ്ങനെ എടുക്കാം. അത് എത്ര സെൻറ്റിമീറ്റർ കാണും ചേട്ടാ? ഇത് 5 മീറ്റർ. ആ കയർ ഒരു 5 മീറ്റർ ഉണ്ട്, വല 5 മീറ്റർ ഉണ്ട്. 6 അടി വലയാണ്. അപ്പം ഇത് എത്രയുണ്ട്? 6 അടി നീളമുള്ള വലയ്ക്ക് കയറിന് 6 അടിയുണ്ട്. അപ്പം കയറും വലയുടെ നീളത്തിനനുസരിച്ചാണ് കയറിൻ്റെ നീളം ക്രമീകരിച്ചിരിക്കുന്നത്. കൈ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, എങ്ങനെയാട്ടാ? എങ്ങനെ തണ്ട് എന്നാ? ഇതിന്റെ വട്ടം കണ്ടോ? കണ്ട് ഇതിന്റെ മേളിലിടുക. മേളിലിടുക. അതായത് ആ വലയുടെ വല ഇങ്ങനെ ഒന്നുകൂടെ കാണിച്ച്.
ഇതിന്റെ തണ്ട് കണ്ടോ? ആ തണ്ട് കണ്ട്. ഇതെടുത്ത് ഈ വരുന്ന മണിയുടെ മേളിലിടുക. ആ ആണിയുടെ മേളിലിടുക അല്ലേ? അതെങ്ങനെ? ആ ഇതിന്റെ മേളിലിടുക. ഓ അങ്ങനെ അത് മുട്ടിച്ചിടണം. ആ കയറ് തുടങ്ങുന്നതിൻ്റെ അവിടെ കൊണ്ടിടണം. കൈയുടെ വെള്ളക്കകത്തോട്ട്. ആ കൈയുടെ വെള്ളക്കകത്തോട്ട് പിടിക്കണം. ആ ആ 1 ആ 2 ആ ആ പിന്നെ ഇടത് കൈ. ആ ഭാഗം എടുത്ത് ഇടത് കൈയിലോട്ട് ഇടണം അല്ലേ? ആ വശം അനുസരിച്ച് ഇടണം. ഇടത് കൈയിലോട്ട് ഇട്ടിട്ട് ആ കണ്ടോ ഇങ്ങനെ അല്ലേ? കുറച്ച് എത്ര ചുരുക്ക് വേണം? കാൽ ഭാഗം ചുരുക്കാക്കുക. കാൽ ഭാഗം കണ്ടോ? ഒരു വലയുടെ ഭാഗം എടുത്ത് മൂന്നായിട്ട് ആ ഒരു വലയുടെ 1/3 ഭാഗം എടുക്കുക. അതായത് കാൽ ഭാഗം ഇടത്തെ കൈത്തണ്ടയിൽ, കാൽ ഭാഗം വലത് കയ്യിൽ, കാൽ ഭാഗം താഴോട്ട് എടുത്ത് ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ ആ പൊസിഷൻ. ഇങ്ങനെ കിടക്കണം. അപ്പം നമ്മൾ കയറിൻ്റെ എവിടം വരെ ആ കൊളുത്ത് വന്ന റൗണ്ട് ഹുക്ക് വരുന്നിടം വരെ നമ്മൾ പിടിക്കണം. അവിടെ കൊണ്ട് ചുരുട്ടി വെക്കണം കയറ്. ആ ഇടത് വെള്ളക്കകത്ത് അതിനകത്തുണ്ട് എന്തോ ഇങ്ങനെ ഹുക്ക് ചെയ്ത് പിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മീൻ നോക്കിയേ നമ്മൾ വീശുള്ളൂ. മീൻ നോക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഒരു തോക്കുമായി ഒരു സൈനികൻ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഉന്നമാണ് ലക്ഷ്യവും ആണ് വലുത് അല്ലേ? ലക്ഷ്യമാണ്. അതായത് തോക്കുമായി ഒരു സൈനികൻ നിൽക്കുന്ന പോലെ തന്നെയാണ് വലയമായി നിൽക്കുന്നത്. മീൻപിടുത്തത്തിന് ഉന്നവും ഭാഗ്യവും വേണം. കറക്റ്റ് മീനുള്ളിടത്ത് സ്പോട്ട് ചെയ്ത് വല എത്തിക്കുന്നതിലാണ് കറക്റ്റ് അല്ലേ ഏട്ടാ? വല വിരിയുന്നതിലും ഉണ്ട് കാര്യം. നോക്കുവാണ് വയമ്പ് എവിടെയാ. അപ്പം വല വീശുന്നതിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ അടുത്ത തയ്യാറായി നിൽക്കുകയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അടുത്ത അറ്റാക്കിന് എവിടെ മീൻ വരുന്നോ അവിടെ ജാഗ്രതയോടെ നിൽക്കുകയാണ്. കണ്ടോ? കാരണം ഇത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും. വയമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കടിച്ചിട്ടല്ലേ പിന്നെ പൊങ്ങുന്ന അടുത്ത സ്ഥലത്താണ്. അപ്പോൾ നമ്മളെപ്പോഴും റെഡിയായിട്ട് നിൽക്കണം. നമ്മുടെ 2 സ്ഥലമുണ്ട്. ഈ റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് മീൻ ചെറുതായിട്ട് വെള്ളം അനക്കും കടിക്കും. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കടിക്കാൻ ചാൻസ് കൂടുതലുണ്ട് അല്ലേ? ആ അപ്പോൾ വലയ്ക്ക് എത്തേണ്ട സ്ഥലമുണ്ട്. എത്തേണ്ട സ്ഥലത്തേ ഉള്ളൂ നമുക്ക് വീശാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വലയുടെ ആ പാങ്ങ് അനുസരിച്ച് നോക്കി നിൽക്കുകയാണ്. ഇത് നല്ല മഴക്കാറുണ്ട്. മഴ വരുന്നു. ആ ലക്ഷ്യം കണ്ട് ലക്ഷ്യമെത്തി. വയമ്പ് കടിച്ച് വരുന്നുണ്ട്. ഇതാ ലക്ഷ്യമാക്കി പോകുന്നു. നമുക്ക് ഈ വല ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. വയമ്പ് കയറി വരുന്നത് ചേട്ടൻ ലക്ഷ്യമാക്കി പോകുന്നു. വയമ്പിനെ ലക്ഷ്യമാക്കി പോകുന്നു. കയറി വരണം. അവിടെ കടിക്കുന്ന നമ്മുടെ വല എത്തിപ്പെടണം. വയമ്പിനെ നോക്കി നിൽക്കുവാണ്. അവിടെ കടിക്കുന്നുണ്ട്. നോക്കി ഇത് ഇച്ചിരി വെയിറ്റ് ചെയ്ത് നിൽക്കാം. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ സമയമെടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പം കുറേ സമയമെടുക്കും. എന്നാലും ഒരു മടുപ്പില്ല. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു അല്ലേ ഏട്ടാ, ഭയങ്കര ഒരു ഹരമാണിത്. ഞങ്ങളുടെ കുട്ടനാട്ടുകാർക്കൊക്കെ ഭയങ്കര ഹരമാണിത്. മീൻപിടുത്തം എന്ന് പറഞ്ഞാണല്ലോ, ഒന്നും കിട്ടിയില്ലേ തന്നെ അല്ലേ, നമുക്കൊരു ഹരമാണ്, ഒരു ആവേശമാണ്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ തന്നെ രാവിലെ വന്നു വല വീശാൻ. ഇതൊക്കെ ഒരു ആവേശമാണ്. നമ്മൾ വയമ്പ് സാധനം കാണുന്നു. അവനാ കയറി വരുന്നുണ്ട്. അവിടെ എത്തിയല്ലേ?
നമ്മൾ നോക്കി നിൽക്കുകയാണ്. കുറച്ചുകൂടെ കയറൂ. കണ്ടു, ലക്ഷ്യം കണ്ടു. ഇതാ ഇപ്പോൾ ഏത് സമയം അറ്റാക്ക് ഉണ്ടാവും. കാരണം ലക്ഷ്യസ്ഥാനത്ത് എത്ര മീൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നമ്മൾ മാറിപ്പോകണം. അതാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധ അടവുകളാണ് ഇതിനകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒളിഞ്ഞിരുന്നും മറിഞ്ഞിരുന്നും മീനെ പിടിക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. ഇതാ ഒളിഞ്ഞും മറിഞ്ഞുമുള്ള യുദ്ധത്തിൽ ഇതാ ചേട്ടൻ ഇപ്പം അറ്റാക്ക് ചെയ്യും. ഒളിഞ്ഞും മറിഞ്ഞുമുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പം അറ്റാക്ക് ചെയ്യും, ഇപ്പം ഷൂട്ട് ചെയ്യും. ഷൂട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അത് ഇച്ചിരി അങ്ങോട്ട് വിരിയണമായിരുന്നു. പക്ഷെ നമുക്ക് നോക്കാം. ഭാഗ്യം ഉടക്കായിപ്പോയി. ഭാഗ്യം തുണച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഉടക്കായി, ചാൻസ് കുറവാണ്. ഉടക്കായിരുന്നു. ശരിക്ക് വിരിയാൻ ഒന്നുമില്ല. ഉടക്കായിരുന്നല്ലേ ഏട്ടാ? ഉടക്കായിരുന്നു. മീൻ ഓടിപ്പോയി. ഇനി വല ചെളി കഴുകി എടുക്കുവാണ് ചേട്ടൻ. ഉടക്കിയുണ്ട്. മീനില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുക അല്ലേ ഏട്ടാ? കണ്ടത്തിലെ ചെളിയാണ്. മീനില്ലാത്തതുകൊണ്ട് ദേ കഴുകിയെടുത്തിരിക്കുകയാണ്. കണ്ടോ ചേട്ടൻ? ഒരു മടുപ്പില്ല. മീൻ കിട്ടിയില്ലേ? അടുത്ത വലയ്ക്ക് നമുക്ക് കിട്ടുമെന്നേ. ഒരു വല ഒന്നുമില്ലാതെ വരും. പക്ഷേ അത് വല ക്ലിയർ ചെയ്തെടുക്കുക. വേണ്ട, ഇത് നല്ല ക്ഷമ വേണം ഇതിന്. വലിച്ചു പറിച്ചെടുത്താൽ വല കീറിപ്പോവും. നല്ല ക്ഷമയോട് അല്ലേ ഏട്ടാ? നല്ല ക്ഷമയോട് കൂടി ഉടക്കെല്ലാം അയച്ച് കണ്ടോ? ഇത് കാണിച്ചു തരാം. കണ്ടോ? ആ മണിത്താഴാണ്. ഈയം അല്ലേ? ഈയമാണ് കാണുന്നത്. ഇപ്പോൾ ചൈനീസ് വലയൊക്കെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വലയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് അല്ലേ ഏട്ടാ? ഇച്ചിരി വെയിറ്റൊക്കെ വേണം അല്ലേ? എന്നാലേ ഇതാണ് നല്ല. ചെറുപ്പകാലത്തൊക്കെ ഇനി വളരെ ഇഷ്ടമായി ഈ വല വീശി ഇത് മീൻ പെറുക്കാനൊക്കെ പോലെ വീശുന്നവരെയൊക്കെ ഭയങ്കര ആരാധനയോടെ കണ്ടുകൊണ്ടിരുന്നു. മഴയാകുമ്പം ഇവരിറങ്ങി വരും. മഴക്കാലമാകുമ്പോൾ വീശുകാരെല്ലാം കൂടെ വന്ന് മീൻപിടുത്തം ഒരു ഹരമാണ്. നമ്മുടെ വല റെഡിയാക്കി നമ്മൾ അടുത്ത ഷോട്ടിനുള്ള തയ്യാറെടുക്കുകയാണ്. അടുത്ത ഷോട്ട്, അടുത്ത വല വീശാൻ പോവാണ്. ചേട്ടാ ആ വല വീശുന്ന ഒന്നുകൂടെ ഒന്ന് കാണിച്ചു. നമ്മുടെ അതെടുക്കുന്നേ, സെറ്റ് ചെയ്യുന്നേ ചേട്ടൻ സെറ്റ് ചെയ്യുന്ന ഒന്നുകൂടെ കാണിച്ചു തരും. ഒരു മിനിറ്റ്. അതിമനോഹരമായി ദേ വല വീശാൻ പോവുകയാണ്. നമ്മുടെ മഴ പെയ്ത് കിടക്കുമ്പോൾ ദേ അടിപൊളി ഒരു മീൻ പിടിക്കുന്ന കാണാം. ഇതാ നമ്മൾ വലയുമായി ഇതാ ഇപ്പോൾ വീശും. വയമ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വീശുന്നത്. ഇത് കണ്ടോ? ചേട്ടനൊരു രസമാണ് ഈ മഴ വരുമ്പോൾ വയമ്പ് പിടിക്കുന്നു. ഇതൊക്കെ ഒരു രസം. ഇതാണ് അല്ലേ നമ്മുടെ നാടിൻ്റെ രസം. മീൻ പിടിക്കുന്ന ഇതൊക്കെ ഒരു രസമാണ്. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. എന്തോ നല്ല കലക്ക വെള്ളം കണ്ടത്തി വെള്ളം കയറി കിടക്കുകയാണ്. നല്ല വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. കലക്ക വെള്ളം, കിഴക്കൻ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. പൊടിമഴയുണ്ട്. വല വീശാൻ പറ്റിയ സമയം. ദേ വയമ്പിനെ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ്. മാറി നോക്കുവാണ് എവിടെയാണ് വയമ്പുള്ളത്. അവിടെയാണ് നമ്മൾ വീശുന്നത്. ചുമ്മാ വീശത്തില്ല, മീൻ കണ്ടേ വീശുള്ളൂ. ഇതിനെ പിടിച്ചേ
എടുക്കുകയുള്ളൂ. കണ്ടോ, അതിമനോഹരമായ തെങ്ങും പാടം, തെങ്ങും തോപ്പുകൾ, അടി ബണ്ടൽ തെങ്ങും തൈകൾ നിൽക്കുമ്പോൾ മാറി മാറി പോകുന്നു. ദേ മീൻ ലക്ഷ്യമാക്കി ഇപ്പോൾ വീശും. കറക്കി എറിഞ്ഞു. കറക്കി എറിഞ്ഞ് മീനുണ്ടോയെന്ന് നോക്കാം. മീനുണ്ടോയെന്ന് നോക്കാം. ചെമ്പല്ലി കുഞ്ഞുങ്ങളാണ് അല്ലേ? എന്നാൽ ചേട്ടനെടുത്ത് കണ്ടത്തിലോട്ട് തന്നെ ഇടുക, കാരണം അത് വലുതാകട്ടെ അല്ലേ? വലുതാകുമ്പോൾ ഈ വലയിൽ തന്നെ അവന്മാർ കറങ്ങി വരും. അടുത്ത സീസൺ വേണം വലുതാകാൻ. കണ്ടോ, അതിനെല്ലാം കണ്ടോ അതിലോട്ട് എടുത്ത് എറിയുകയാണ്. ചെറിയ വലുതാകട്ടെ, ഒരു 1/2 കിലോയൊക്കെ ആകുന്ന മീനാണ് അല്ലേ? 1/2 കിലോയൊക്കെ ആയിരുന്നാണ് അടുത്ത സീസണിൽ പിടിക്കാൻ വേണ്ടി എടുത്ത് എറിയുകയാണ്, ആറ്റിലോട്ട് എറിയുകയാണ്. കണ്ടോ, നമുക്ക് ചേട്ടാ കറി വെക്കാനുള്ള മീനേ നമുക്ക് അടുത്ത വലയ്ക്ക് മതി. അതെ, അത് വയമ്പ് തന്നെ പിടിച്ചിട്ട് അടങ്ങുന്നുള്ളൂ. ഒരു വല കൊണ്ടൊന്നും ഞങ്ങൾ അടങ്ങത്തില്ല. വീട്ടിൽ കറി വെക്കാനുള്ള മീൻ കൊടുത്തില്ലേ വീട്ടുകാർ നോക്കിയിരിക്കും. ജോലിക്ക് പോലും പോകാതെ വല വീശാൻ വന്നതാണ്. ഇതൊരു രസം അതാണ്. ഉണ്ടോ, ചെറിയ മീനുകൾ, വലുതാകുന്ന മീനുകളെല്ലാം ഞങ്ങൾ എടുത്തത് ആറ്റിലോട്ട് ഇത് കണ്ടത്തിലോട്ട് ഇടുക. കണ്ടോ, പോയി ജീവിക്കട്ടെ സന്തോഷമായിട്ട്. അടുത്ത വലയ്ക്ക് വേണ്ടി വല സെറ്റ് ചെയ്യുകയാണ്. ഉണ്ടോ, പായലൊക്കെ കയറിയിരിക്കുന്നതാണ്. പായൽ അതൊക്കെ എടുത്ത് കളയുകയാണ്. കണ്ടോ, ഒരു 5 കിലോ വരുമല്ലേ ഏട്ടാ വല? 5 കിലോ വെയിറ്റ് ഉണ്ട് ഈ വലയ്ക്ക്. അതിൻ്റെ മണി കണ്ടോ, മണി വല താഴ്ന്നു പോകാനുള്ള മണി. ഈയത്തിനല്ലേ വെയിറ്റ്? 4.5 കിലോ വരും അല്ലേ? 4.5 കിലോ ഈയം. വലയും കൂടെ കൂട്ടി 5 കിലോ വരും. വല റെഡിയായി സെറ്റായി. ഇനി അടുത്ത നമുക്ക് വയമ്പ് പിടിച്ചേ അടങ്ങുള്ളൂ. വയമ്പിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചേട്ടാ. 3 ചുരുട്ടി കയ്യിലെടുക്കുക. 3 ചുരുട്ടി കയ്യിലെടുക്കുക. അത് ഇതിടുന്ന് കാണിച്ചേട്ടാ, മറ്റേ കയറിൻ്റെ ആ വള്ളി. അതൊന്ന് ചുരുട്ടുന്ന കാണിച്ചേ. ആ കൈപ്പൊക്കം എടുക്കണം അല്ലേ? വെള്ളക്കകത്ത് എടുക്കണം. ആ കയറ് അത് കെട്ടി ഒന്ന് കാണിച്ചേ. ഇത് അങ്ങനെ കുരുക്കൊന്ന് എടുത്ത് കാണിച്ചേ. വല ഊരുന്ന എങ്ങനെയാ? അഞ്ഞിട്ട് വല എടുത്തിട്ട് ആദ്യം ഈ ചരട് എടുത്ത് കയ്യൊക്കെ ഇടണം. കൈപ്പാങ് അനുസരിച്ച് വലത്ത് കൈയാണോ വലത്ത് കൈ, എന്നിട്ട് ഇങ്ങനെ ചുരുട്ടണം അല്ലേ? ഇത് 5 അടി നീളമുണ്ട് ഈ പ്ലാസ്റ്റിക്കിന്. വലയ്ക്കും 5 അടി നീളമുണ്ട് അല്ലേ? 6 അടി. കയറിനോ? 6 അടി. അപ്പോൾ ഈ കയറിന് 6 അടിയുണ്ട്, വല 6 അടിയുണ്ട്. എന്നിട്ട് ആ വല അതെ അവിടെ ആ പോയിൻ്റ് എവിടെയാണെന്നോ കണ്ടോ? ആ വലയുടെ ഇത് തുടങ്ങുന്ന ത്രെഡ് തുടങ്ങുന്ന അവിടെ വേണം ആ റിങ് പിടിച്ച്. ഇവിടെ സ്റ്റോക്ക് പിടിക്കണം, ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ മനസ്സിലായി. ഹോൾഡ് ചെയ്ത് വിളിച്ചിട്ട് കൈ വെള്ളക്കകത്തോട്ട് വെച്ചിട്ട് വലയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ കൈ ചുറ്റെടുക്കുന്നത്. ഉടക്ക് മാറ്റി. ഒരു റൗണ്ട് ചുറ്റി 2 മൂന്നാമത്തെ വല അല്ലേ? കാൽ ഭാഗം ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് ഇടത്തെ കൈയുടെ അങ്ങോട്ട് കയറ്റി, ഇനി കാൽ ഭാഗം വലത്തെ കൈയിൽ ഞൊറിഞ്ഞെടുത്തു. ബാക്കി മിച്ചമുള്ള 3-1 നടുക്കിട്ട്
പിടിക്കുക. എന്നിട്ട് വലത് വശത്തെ കൈ അല്ലേ, വലത് വശത്തെ കൈ നീട്ടി അങ്ങ് എറിയുമ്പോൾ ഇടത് കൈ അങ്ങ് അയച്ചു കൊടുക്കണം. പിടിച്ചോണ്ട് വേണം വലയില്. ആ കേട്ടോ. ആ ചേട്ടൻ ചുമ്മാ വല വീശാന്ന് പഠിപ്പിക്കുവാണ്. കണ്ടോ, വല വീണു. അടിപൊളി. വല എടുക്കുന്ന ജസ്റ്റ് ചുമ്മാ ഒന്ന് വീശിയതേ ഉള്ളൂ, കാണിക്കാൻ വേണ്ടി വീശിയാണ്. ചെമ്പല്ലി കുഞ്ഞുങ്ങളാണുള്ളത്. അതിനെ മുമ്പേ കാണിച്ചില്ലേ, അത് ആറ്റിലോട്ട് എടുത്ത് കളയും. കണ്ടോ, ഉണ്ടോ, ചെമ്പല്ലി കുഞ്ഞിനെ എടുത്ത് ആറ്റിലോട്ട് കളയുവാണ്. വളരട്ടെ, നമുക്ക് കിട്ടാനുള്ള മീൻ കിട്ടിയിട്ടേ ഉള്ളൂ അല്ലേ ഏട്ടാ? ഏതായാലും മലയ്ക്ക് കിട്ടും. പക്ഷെ നമ്മൾ പ്രകൃതിയോട് ഒരു സ്നേഹം കാണിക്കണം അല്ലേ? വളരാനുള്ളവർ അനുഭവിക്കണം. എന്നാൽ അടുത്ത വർഷം നമുക്ക് മീൻ പിടിക്കേണ്ടതാണ്. ഒരു പോയി വളർന്നില്ല. അപ്പോൾ മീൻ പിടിക്കുന്നവരെല്ലാം ഇങ്ങനെ ചിലരെടുത്ത് കളയത്തില്ല, അതവിടെ ചത്തുപോകും. ചേട്ടൻ നല്ല ഇതാണ്. അപ്പം പല കുടഞ്ഞെടുത്ത്. അപ്പോൾ ചേട്ടാ ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? രഞ്ജു. അപ്പം രഞ്ജു ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ രഞ്ജു ചേട്ടാ ഒരു രഞ്ജു ചേട്ടാ ബിഗ് താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ഒരു ബൈ. താങ്ക് യു.